ഹായ് ഫാമിലീസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ പരീക്ഷണ വസ്തുവാണ് നമ്മൾ ഉഴുന്ന്. ഇത് ഏകദേശം ഒരു 4 മണിക്കൂറായി സോക്ക് ചെയ്ത് വെച്ചിട്ട് ഇതൊന്ന് അരച്ച് മാറ്റി വെച്ചിട്ട് ബാക്കി ഓടി നോക്കാൻ വെച്ചിട്ടാണ്. അപ്പോൾ എന്താക്കുന്നതെന്ന് വയ്യ കടിക്കാട്ടാ. അങ്ങനെ ആവശ്യമുള്ള കുറച്ച് ചോറ്, ഒരു സ്പൂണേ ഉള്ളൂ, പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലോണം അരച്ച് വെക്കുക. പിന്നെ അരക്കുന്ന വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ, നമ്മുടെ പേരൊക്കെ എപ്പോഴും ഇട്ടാന്ന് എല്ലാവർക്കും അറിയാലോ. അങ്ങനെ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിക്കാനുള്ള സമയമായി. രാവിലെ അരച്ച് വെച്ചാണ് ഉഴുന്നൊക്കെ. അങ്ങനെ ABC ജ്യൂസ് അല്ല കേട്ടോ, വറവാക്കാൻ വേണ്ടിയിട്ടാണ്. ആപ്പിൾ മാത്രമേ ഓർമ്മയുള്ളൂ, B, C ഒക്കെ ഉണ്ട്. അതായത് ബീട്രൂട്ടും ക്യാരറ്റും. ഇതാണ് ഇന്നത്തെ നമ്മൾ തോരൻ. എന്തൊരു കളർഫുൾ അല്ലേ. അങ്ങനെ നമ്മൾ ഹെൽത്തി ആയിട്ടേ കഴിക്കുള്ളൂ. വാശി വെച്ചിട്ട് ഈ ഒരാഴ്ചയായിട്ട് ക്യാരറ്റും ബീട്രൂട്ടൊക്കെ കഴിച്ച് തീർക്കലാണ്. തേങ്ങ ഇട്ടിട്ട് ഇയാളെ ഒന്ന് റിച്ച് ഫുഡാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഉച്ചയ്ക്ക് നല്ല റിച്ച് ഫുഡായ ക്യാരറ്റും ബീട്രൂട്ടും കൂടിയിട്ടുള്ള തോരൻ. പിന്നെ ഇതാ നമ്മൾ ഉഴുന്നോടൊക്കെയുള്ള മാവായിട്ടാണ് ഞാൻ അരച്ച് വെച്ചാൽ പ്രത്യേകം വേറെ ഒന്നും ചേർവില്ല. പക്ഷെ ഞാനാക്കുമ്പോഴത്തേക്കും പ്രത്യേകം ഷേപ്പൊന്നും കിട്ടൂലെന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെ കുനുകുനാന്ന് അരച്ച് വെച്ച ഉള്ളിയും കുറച്ച് പച്ചമുളകും ഇഞ്ചിയും കൂടി മുറിച്ചിട്ടുണ്ട്. കരിവേപ്പില അതിനകത്ത് ഇട്ട് കേട്ടോ, നിങ്ങൾക്ക് കാണുന്നുണ്ടെന്ന് അറിയില്ല. പിന്നെ ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടുക. എന്നിട്ട് മിക്സ് വെൽ. സോറി, ഇതിനകത്ത് മഞ്ഞൾപ്പൊടിയും ആവശ്യത്തിനുള്ള കുറച്ച് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട്. അത് പറയാൻ വിട്ടുപോയി കേട്ടോ. എന്നിട്ടാകുമ്പോൾ മിക്സ് വെൽ. ഈ സ്പൂണും കൊണ്ടാകുന്നില്ല. അങ്ങനെ സ്പൂൺ കൊണ്ടാകാതെ തന്നെ സ്പൂൺ എടുത്ത് ചാടിയിട്ട് കയ്യേ ചാടെന്ന് പറഞ്ഞിട്ട് ആ കയ്യിൽ നല്ലോണം ഒന്ന് മിക്സ് ആക്കി എടുക്കുക. ഇന്ന് ഷേപ്പ് ആക്കിയിട്ട് ഇടുന്നതാണ് വലിയ ടാസ്ക്. അങ്ങനെ ഷേപ്പൊന്നും ഇല്ലാത്ത എൻ്റെ ഉഴുന്നുകൂടെ അതാ കിടക്കുന്നു. പിന്നെ അല്ലാണ്ടോ ടേസ്റ്റിലല്ല കാര്യം, ഷേപ്പിലല്ലല്ലോ. അങ്ങനെ ഇതാ ഒന്നും തരാം അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ചിട്ടിട്ടൊന്ന് ഇതാക്കുന്ന കേട്ടോ. പിന്നെ നമ്മൾ അടുപ്പത്ത് തന്നെ എപ്പോഴാക്കുന്നതുകൊണ്ട് ഇന്ന് പതിവില്ലാണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ തന്നെ കത്തുന്നുണ്ട്. നമ്മൾ ഗ്യാസിലൊക്കെ പോലെ തന്നെ. അതുകൊണ്ട് കത്തിക്കരിയാണ്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം. കൂട്ടിന് നമ്മുടെ മെഴുകുതിരിയുണ്ട്. സംഭവം നമ്മളെപ്പോൾ വീഡിയോ എടുക്കാൻ തുടങ്ങിയാലും കറണ്ട് പോകുമല്ലോ. ഇന്നും പതിവ് പോലെ തന്നെ എല്ലാ പരിപാടിയും തീർന്നിട്ട് എണ്ണക്കത്തിടുമ്പോഴത്തേക്കും കറണ്ട് പോയി. അങ്ങനെ ഷേപ്പേ ഇല്ലാത്ത ഉഴുന്നുവട ആക്കി വെച്ച് ഞാൻ വിജയിച്ചിരിക്കുമെന്ന് പറയുന്നത് കേട്ടോ. കുറച്ച് ക്യാമറയിൽ കളർ കൂടുതലായിട്ടേ കാണുന്നത്. ഇത്രയും കത്തിക്കരിഞ്ഞിട്ടൊന്നുമില്ല കേട്ടോ. ക്യാമറേൻ്റെ ക്വാളിറ്റി അത്രയും പെർഫെക്റ്റ് ആയതുകൊണ്ടാണ് ഇങ്ങനെ കിട്ടുമെന്ന് തോന്നി. അങ്ങനെ നമ്മൾ എപ്പോഴത്തെ പതിവ് പോലെ ഇതാ നിൽക്കുന്നത് നമ്മുടെ കട്ടൻ. അങ്ങനെ ഒരു ഗ്ലാസ് കട്ടൻ ഇല്ലെങ്കിൽ നമ്മുടെ സെലിബ്രേഷൻ ഒന്നും ഫുൾഫിൽ ആകൂല കേട്ടോ. പിന്നെ അതും കഴിഞ്ഞ് മക്കളെയും കൂട്ടിയിട്ട് ഒരു ലോങ് ട്രിപ്പ് പോയതാണ്. കുറേ ദിവസമായി ഒന്ന് ഉമ്മാൻ്റെ അടുത്തൊക്കെ പോയിട്ട്. എൻ്റെ ഉമ്മാൻ്റെ അടുത്തല്ല കേട്ടോ, ഇക്കാൻ്റെ ഉമ്മാൻ്റെ അടുത്ത്. നമ്മളല്ലെങ്കിൽ ഇടുക്കിക്കാർ അത്രയും ദൂരം ഒന്നും ബൈക്കിൽ പോകാൻ കഴിയില്ലെന്ന് എല്ലാവർക്കും അറിയാലോ. ഇൻഷാല്ലാ നോക്കാം, ഓണത്തിൽ പോകാന്നിട്ട് ഒരു പ്ലാൻ ഉണ്ട്. ഞാൻ നാടും വീടൊക്കെ കാണിച്ചു തരാം കേട്ടോ. നൂറാൻ്റെ മുടിയുടെ കോലം കണ്ടോ. ആള് ഉറങ്ങിയെന്നാണ് ഞാൻ വിചാരിച്ചു. ഉറങ്ങിയിട്ടില്ല, മുടി മുമ്പിൽ പാർന്നുകൊണ്ട് ഇങ്ങനെ കിടന്നതാണ് കേട്ടോ. വല്ലാത്തൊരവസ്ഥയായി. ഇപ്പാനോട് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. അങ്ങനെ മുടിയൊക്കെ പാറി പറന്ന് കിടക്കുന്നു. ഇപ്പുറത്ത് ഒരാൾ വായ നോക്കി നിൽക്കുന്നു. ഇതിന് മുമ്പേ ഉമ്മാൻ്റെ വീടൊക്കെ കാണിച്ചുകൊണ്ട് ഞാൻ വീഡിയോയിലൊക്കെ പോകുന്നില്ല കേട്ടോ. പിന്നെ ഇതല്ലേ കൂട്ടിന് ഒരാളുണ്ട്. ഇപ്പം നമ്മൾ മല കയറലാണ് കേട്ടോ നമ്മുടെ വീട്ടിലേക്ക് പോകാൻ വേണ്ടിയിട്ട്. ഈ ആറ് നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും അവിടെ അങ്ങ് എത്തുന്നവരെ. ഞാൻ ഇതിൻ്റെ ഇടയ്ക്ക് ഒരു വീഡിയോ ഇട്ടില്ല. ആ വാട്ടർഫാൾസിൽ നിന്ന് വരുന്ന വെള്ളമാണ് ഇത്രയെന്ന് വിചാരിക്കരുത്. ഇടയ്ക്ക് ഒന്നോ രണ്ടോ തോടൊക്കെ ഒന്ന് കൂടിയിട്ട് കലർന്നിട്ടാണ് ഇത്രയും വെള്ളം വരുന്നത്. അങ്ങനെ ഒരു ബിരിയാണി മേടിച്ച് പെരക്കത്തിലും സമാധാനം. എവിടെ പോയാലും ചോറും കറിയൊക്കെ വെച്ചിട്ട് പോകുന്ന ഞാനാണ് ഇന്ന് മനഃപൂർവ്വം ഒന്നും വെക്കാണ്ട് പോയത്. ഏതായാലും ഒരു ബിരിയാണി മിസ് കളയണ്ടല്ലോ എന്ന് വെച്ചിട്ടാണ്. പിന്നെ ഇന്നത്തെ വീഡിയോ ഇതൊക്കെയാണ് കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ